നമ്മൾ ചേർച്ച് സ്ട്രീറ്റൊക്കെ പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ. ഹലോ, അങ്ങനെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്രാവശ്യത്തെ വ്ളോഗിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, കാരണം ഇപ്രാവശ്യം ഞാൻ വന്നത് വർക്ക് ബേസ്ഡ് ആയിട്ടാണ്. എനിക്ക് കുറച്ച് വർക്ക്സും ഷൂട്ട്സൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് ഫണ്ണും. അതാണ് ഇപ്രാവശ്യത്തെ പ്ലാൻ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബാംഗ്ലൂർ വന്നപ്പോൾ മിസ് ചെയ്തൊരു സംഭവമാണ് ചുറോസ് ട്രൈ ചെയ്യാനായിട്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ച് എന്തായാലും ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച സംഭവമായിരുന്നു. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ തന്നെ പോകുന്ന ചുറോസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് കാണാം. ഇതിൽ നമ്മൾ ഓർഡർ ചെയ്തത് റെഗുലർ ഡിപ്പേഴ്സും പിന്നെ ഫീൽഡും ആണ്. യെസ്, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ ഫീൽഡാണ്. ഇതിനകത്ത് വിപ്പിംഗ് ക്രീമും പിന്നെ 3 ഫ്ലേവറിലുള്ള, നമ്മൾ 3 ഫ്ലേവർ ഓപ്റ്റ് ചെയ്തേ. 3 ഫ്ലേവറിലുള്ള ചുറോസും, അത് ചുറോസ് ഫിൽഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് പ്ലെയിൻ ചുറോസ്. ഇത് എനിക്ക് ഇതിൻ്റെ എക്സാക്ട് ഫ്ലേവർ എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എക്സാക്ട്ലി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലെയിനും ഓർഡർ ചെയ്തത്. ഇതിന് ഡിപ്പ് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ചോക്കോ ഹേസൽനട്ടാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഫൈനലി ചുറോസ് ട്രൈ ചെയ്തു. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് അടിപൊളി എന്നൊന്നും പറയാൻ പറ്റിയില്ല, പറയാനുള്ള ആ ഒരു ഇതും തോന്നിയില്ല. പക്ഷെ കൊള്ളാം. അപ്പം ഇന്നത്തെ ഇനി നെക്സ്റ്റ് പ്ലാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിക്സ് മാർക്കറ്റ് സിറ്റി പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ ചുമ്മാ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ. അത് കഴിഞ്ഞിട്ട് ചേർച്ച് സ്ട്രീറ്റ് വീക്കെൻഡ്സ് അടിപൊളിയല്ലേ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പോകാമെന്നായിരുന്നു. നമ്മൾ ഹീൽസ് മേടിക്കാൻ നോക്കാൻ പോകുന്നു. ഇഷ്ടപ്പെട്ടു, വേറെയും നോക്കാം. അപ്പോൾ ഞാൻ ഈ ഹീൽസ് തന്നെ എടുക്കാമെന്ന് ഫൈനലൈസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ദീപാവലി സ്പെഷ്യലായിട്ട് കുറേ ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
എനിക്കറിയില്ല ബാംഗ്ലൂർ മാത്രമാണോ എന്ന്, പക്ഷെ ഇവിടെ കുറേ നല്ല ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ പക്ഷെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ ഇന്നലെ നമ്മൾ ചേർച്ച് സ്ട്രീറ്റ് ഒക്കെ പോകാമെന്നൊക്കെയായിരുന്നു പ്ലാൻ വൈകിട്ട്. പക്ഷെ ആ പ്ലാൻ ചെറുതായിട്ട് മാറി. അപ്പോൾ നമ്മൾ പോയത് ഇന്നലത്തെ നമ്മളുടെ പ്ലാൻ ചേർച്ച് സ്ട്രീറ്റ് പോകാനായിരുന്നു ഈവനിങ്ങിൽ. പക്ഷേ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും നമ്മുടെ മൈൻഡൊക്കെ മാറി. നമ്മൾ പിന്നെ പോയത് 46 Ounce എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. അവിടെ ഹാലോവീനൊക്കെ ആയിട്ട് കുറേ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉരു ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പ്ലേസ്. ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം.
ഇത് ബാംഗ്ലൂരിലത്തെ എൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഭയങ്കരമായിട്ടുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ കോർമംഗല ചുറ്റിക്കാണാം, പിന്നെ കുറച്ച് കഫേസ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ വ്ളോഗിൻ്റെ ലാസ്റ്റ് സീനാണ് കാണാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നമ്മളിനി തിരിച്ച് പോവാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനിവിടെ സൗത്ത് ഫോറം ബാംഗ്ലൂരിൽ വന്നു. ഇവിടെ വന്നിട്ട് മാഗ്നോളിയയിലത്തെ കേക്ക്സൊക്കെ എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ ചെയ്തത്, പിന്നെ ഇത് ട്രസ്ലെറ്റസ് കേക്ക്. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബാംഗ്ലൂരിലത്തെ വിശേഷം. ഒരുപാടൊന്നുമില്ല, പിന്നെ കുറേ ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടുമില്ല, കുറേയൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഓരോ വീഡിയോസ് വരുമ്പോൾ ഇമ്പ്രൂവ് ആവുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.